ആചാര്യസ്വാമികൾ പറയുന്നു, പരമസത്യം, ഉപനിഷത് പ്രസിദ്ധമായ സത്യം അന്വേഷിക്കുന്ന മാർഗത്തിൽ ആര് തടസ്സം നിൽക്കുന്നുവോ അവരെ ധീരമായി മാറി നിൽക്കാൻ പറയൂ. ഞാൻ മുന്നോട്ട് പോട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്കണം. ഇതാരെക്കുറിച്ച് പറയുമ്പോഴാണെന്നോ, പതഞ്ജലി, രാജയോഗം രചിച്ച പതഞ്ജലി എന്താ, അദ്ദേഹം ആരംഭം മുതലേ 2 വസ്തുക്കളുണ്ട് എന്ന സിദ്ധാന്തക്കാരനാണ്. കുറെയൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ 2 വസ്തുക്കൾ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ യുക്തിക്ക് പോലും, ഒരു കൊച്ചുകുഞ്ഞിന്റെ യുക്തിക്ക് പോലും നിരക്കില്ല. പിന്നെ എന്താണ് അവർക്ക് മനസ്സിലാകാത്തത് എന്ന് നമുക്ക് പിടിയില്ല. 2 വസ്തുക്കളെ അംഗീകരിച്ചാൽ അവയ്ക്ക് മാറി മാറി നിൽക്കാൻ 3ാമതൊരു വസ്തുവിനെ അപ്പം അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ 2 വസ്തുക്കൾ എവിടെ മാറി മാറി നിൽക്കും? ഇതാണ് ആചാര്യസ്വാമികൾ സാഖ്യമതത്തെയും പതഞ്ജല യോഗമതത്തെയും ഒക്കെ അങ്ങോട്ട് മാറ്റിവെക്കുന്നത്. അവര് പോയിടത്തോളം നല്ലത്, നമുക്ക് പോവാം. പക്ഷെ ഒരിടത്തെത്തി പൂർണ്ണമായി സത്യം തെളിയുന്നില്ല, സംശയം ബാക്കി നിൽക്കുന്നു. ഞാൻ മുമ്പോട്ട് പോട്ടെ, മറ്റാരെങ്കിലും ഇത് വ്യക്തമായി വെളിപ്പെടുത്തി തരുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് മാറ്റി നിർത്തി വഴിമാറിത്തരൂ, ഞാൻ പോട്ടെ, എനിക്ക് വ്യക്തമായി ശാസ്ത്രീയമായി സത്യം പറയും. ഇതാണ് ധീരനായ സത്യാന്വേഷി. ഉപനിഷത്ത് അത്തരമൊരു സത്യാന്വേഷിയെ മാത്രമേ ധീരൻ എന്ന് വിവരിക്കാറുള്ളൂ. മറ്റവരൊക്കെ ഓരോ സങ്കേതങ്ങളിൽ ചെന്ന് പെട്ട് കൂരിരുട്ടിൽ തന്നെ ഇങ്ങനെ പിഴയുന്നവരാണ്.